ഹലോ മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ചോട്ട മുംബൈ കണ്ടതിന്റെ ഹാങ് ഓവറിലാണ്. ഞാൻ സെക്കൻഡ് ഡേ ആണ് ഞാൻ കണ്ടത്, ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നിട്ടും ആ ഒരു ഇൻസെയിൻ ക്രേസി എക്സ്പീരിയൻസ് ഇപ്പോഴും എന്റെ തലയിലുണ്ട്, ഇപ്പോഴും എന്റെ ഒരു ബോഡിയിലുണ്ട്. സോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയി മാറിയിരിക്കുകയാണ് ചോട്ട മുംബൈ എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് താങ്ക്സ് പറയേണ്ടത് മണിയമ്പിള്ള രാജേട്ടനെയാണ്. കാരണം 18 വർഷങ്ങൾക്ക് ശേഷം അന്ന് എങ്ങനെ ആ ഒരു സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടോ അതേ എനർജിയിലും അതേ വൈബിലും ഇന്ന് ഇവിടെ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊക്കെ പണ്ട് ടി വിയിൽ കാണുന്ന സമയത്ത്, ഇപ്പോഴും അതെ, ടി വിയിൽ കാണുന്ന സമയത്ത് ഇതിന്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയവരാണ് ശരിക്കും ഭാഗ്യവാന്മാരെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രയും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അത്രയും ഒരു ഒരു മലയാള സിനിമയിലെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് 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 എന്റർടൈനർ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ചോട്ട മുംബൈ തന്നെ ആയിരിക്കും. കാരണം ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുള്ള ക്യാരക്ടറൈസേഷനും ഡിസൈനും ആൻഡ് ഇതിന്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറി എല്ലാം കൊണ്ടും ഇതൊരു മാസീവ് പാക്കേജ് ആണ് ഈ ഒരു സിനിമ. ഒരു പക്ക 100% കമേഴ്ഷ്യൽ പടം എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഒരു സിനിമ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ലാലേട്ടന്റെ ഇപ്പൊ വീണ്ടും പീക്കിലേക്ക് വന്ന സമയത്ത് പുള്ളി എമ്പുരാനിൽ കൂടിയും തുടരലിൽ കൂടെയൊക്കെ ഒരു വൻ കംബാക്ക് നടത്തി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഒരു 2007 റിലീസായ ആ ഒരു സിനിമ വീണ്ടും ഇവിടെ കൊണ്ടിടുകയാണ്. കത്തിച്ചു എന്ന് വേണേൽ, ലിറ്ററലി കത്തിച്ചു എന്ന് വേണേൽ പറയാം. സോ അത്രയും ഇൻസൈൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. സോ ഞങ്ങള് ജസ്റ്റ് തിയേറ്ററിൽ കയറുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോ ഫാമിലി ഓഡിയൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഒരു വൈബ് മിസ്സാവും. ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ അങ്ങോട്ട് അർമ്മതിക്കാൻ നിൽക്കത്തില്ല, ജസ്റ്റ് ഒന്ന് കൈയടിച്ച് വിടുന്ന തന്നെ ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിയേറ്റർ ഫുള്ളി പാക്ഡ് ആയി. മാറ്റിനി ഷോയ്ക്കാണ് ഞാൻ പോയത്. സോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിയേറ്റർ ഫുള്ളി അങ്ങോട്ട് പാക്ഡ് ആയി. ഒരു വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ആ ഒരു ആംബിയൻസ് മാറി എന്ന് വേണമെങ്കിൽ പറയാം. സോ പിന്നീട് അങ്ങോട്ട് പടം തുടങ്ങി, ഓരോ ക്യാരക്ടറിന്റെയും എൻട്രി വരാൻ തുടങ്ങി. സോ ഞാനൊക്കെ ഈ ഒരു സിനിമ എപ്പോ ടി വിയിൽ കണ്ടാലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് അവര് അനുഭവിച്ചമാര് എത്രത്തോളം ഭാഗ്യമുള്ളവന്മാരാണ്. കാരണം അത്രയും ഒരു കംപ്ലീറ്റ് കമേഴ്ഷ്യൽ പാക്കേജ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കമേഴ്ഷ്യൽ എന്റർടൈനർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോട്ട മുംബൈ എടുത്തു പറയാവുന്ന ഒരു സിനിമയാണ്. കാരണം അതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ഓരോ ആക്ടേഴ്സും കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, പിന്നെ ക്യാരക്ടേഴ്സിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന വിധം, അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഇമോഷൻസ്, സോ എല്ലാം കൊണ്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പക്ക കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ് നമ്മുടെ ചോട്ട മുംബൈ. 2007 അൻവർ റഷീദ് സംവിധാനം ചെയ്യുമ്പോൾ, ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അപ്പൊ പുള്ളി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല 18 വർഷങ്ങൾക്ക് ശേഷം ഇത് റീ റിലീസ് ചെയ്യാൻ പറ്റുമെന്നും അതേ ഓളം ഇവിടെ എപ്പോഴും അനുഭവിക്കാൻ പറ്റുന്നത്. കാരണം അന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു പുൾ ഓഫ് ഉണ്ടല്ലോ, യൂത്ത് ഓഡിയൻസും ഫാമിലി ഓഡിയൻസും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു. സോ ആ ഒരു സെയിം വൈബ് തന്നെയാണ് ഇപ്പോഴും തിയേറ്ററിൽ ഞാൻ ഇന്നലെ കണ്ടത്. ഒരേപോലെ ഫാമിലി ഓഡിയൻസും യൂത്ത് ഓഡിയൻസും ഡാൻസ് കളിച്ച് അർമാദിച്ച് കൂക്കി നിലവിളിച്ച് വിസിലടിച്ച് എനർജി ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇന്നലെ കണ്ടത്. സോ ശരിക്കും ലിറ്ററലി ഇത് തന്നെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാൽ റീ റിലീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള സിനിമകൾ റിലീസ് ചെയ്യണം, അല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലുമൊക്കെ പിടിച്ച് റിലീസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. റീ റിലീസ് ചെയ്യണമെങ്കിൽ പക്ക ഒരു എന്റർടൈൻമെന്റ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സിനിമ കൊണ്ടുവന്നാലേ ശരിക്കും ആൾക്കാരെ കയറുള്ളൂ. അതിന് ഈ ഒരു സിനിമ ഒരു ഉദാഹരണം തന്നെയാണ്. പിന്നെ എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത് ഇതിനകത്ത് വരുന്ന ഒരു കോമഡീസിന്റെ കാര്യങ്ങളൊക്കെയാണ്. കാരണം കോമഡീസ് മാത്രമല്ല, ക്യാരക്ടേഴ്സിന്റെ കാര്യങ്ങളും. ആദ്യം കോമഡീസിലേക്ക് വരാം. ഈ ഒരു സിനിമയ്ക്ക് നമ്മളൊരു 1008 തവണയെങ്കിലും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. സോ ആ 1008 തവണ കണ്ടപ്പോൾ നമ്മൾ ചിരിച്ച അതേ ചിരി, അതേ സംഭവം തന്നെയാണ് തിയേറ്ററിൽ നമുക്ക് കിട്ടണത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കണ്ടുമെടുത്ത കോമഡീസ് മേ ബി നമുക്ക് വർക്ക് ആവുണ്ടാവില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിന്റെ കോമഡിയും ആ ഒരു കൗണ്ടറും കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. തിയേറ്ററിലൊക്കെ കൂട്ടച്ചിരിയായിരുന്നു. ഇത്രയും എന്താ പറയാ, 18 വർഷം വഴക്കുള്ള ആ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു കമേഴ്ഷ്യൽ പടത്തിന്റെ ഒരു കോമഡി അതേപോലെ അതേ എനർജിയിൽ വീണ്ടും വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതേമാതിരി തന്നെയാണ് ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഇൻട്രോയും. മണിച്ചേട്ടന്റെ ഇൻട്രോയിലേക്കൊക്കെ തിയേറ്റർ ബ്ലാസ്റ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു പടത്തില് മണിച്ചേട്ടന്റെ ഒരു ഓറയുണ്ട്, ഭയങ്കര. സത്യം പറഞ്ഞ സ്ക്രീൻ ടൈം ഒക്കെ കുറച്ചുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മണിച്ചേട്ടൻ വന്നു പോകുന്നുള്ളൂ. പക്ഷെ ആ എൻട്രിയിൽ കിട്ടിയ ഓരോ കയ്യടിയും, പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ലാലേട്ടന്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സായികുമാർ ഏട്ടനൊക്കെ ജസ്റ്റ് എന്താ പറയാ പേടിപ്പിക്കുന്ന, ജസ്റ്റ് ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, കൊല്ലൂന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമ്പോണ്ട് ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയാ, അതൊക്കെ ഒരു കത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മാസീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് കലാമണിക്ക് മാത്രമല്ല, നമ്മുടെ മുള്ളൻ ചന്ദ്രപ്പൻ, നമ്മുടെ ബിജുക്കുട്ടന്റെ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ സുശീൽ, ഇവർക്കൊക്കെ, ഈവൻ നമ്മുടെ സുരാജ് വെഞ്ഞാറുമൂട് ഒരു 5 മിനിറ്റ് തികച്ചില്ലാത്ത റോളാണ്. പക്ഷെ പുള്ളിക്കും കിട്ടിയ ഒരു
ഒരു എന്താ പറയാ മാസീവ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഇൻസൈൻ തന്നെയായിരുന്നു. സോ ഇതുപോലൊരു പരിപാടി ശരിക്കും. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ലാസ്റ്റ് വരുന്ന ഒരു സോങ് ഉണ്ടല്ലോ, വാസ്കോഡ ഗാമ, അതൊക്കെ ലിറ്ററലി തിയേറ്റർ കത്തിച്ചു ഗൈസ്. അത് എല്ലാവരും അങ്ങനെ ഇറങ്ങി ഡാൻസേഴ്സും അർമാദിച്ചു, ഒരു ഉത്സവപരമാക്കി എന്ന് വേണേ പറയാം. സോ അത്രയും ഒരു വൻ വൈബായിരുന്നു. എനിക്ക് ഇപ്പോഴും അത് മൈൻഡിലുണ്ട്. അത്രയും എൻജോയ് ചെയ്തിട്ട് ആണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. മ്യൂസിക്കിന്റെ കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് രാഹുൽ രാജിന്റെ കാര്യം എടുത്തു പറയേണ്ട തന്നെയാണ്. കാരണം പുള്ളിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീര വർക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് പുള്ളി കൊടുത്തിട്ടുള്ളത്. കാരണം തുടക്കത്തിലെ ചെട്ടിക്കുളങ്ങര സോങ് മുതൽ പടം അവസാനിപ്പിക്കുമ്പോൾ ആ വാസ്കോഡ ഗാമ സോങ് വരെ പുള്ളി കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വൻ ഇൻസൈൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എന്താ പറയാ, പുള്ളി അങ്ങോട്ട് അഴിഞ്ഞാടുന്ന പറയാം. ഓരോ സീനും പുള്ളി കൊടുക്കുന്ന ആ ഒരു ബിജിഎമ്മും പുള്ളിയുടെ ബാക്കിയുള്ള ഓരോ മ്യൂസിക്കലി ആയിട്ടുള്ള ഓരോ എലമെന്റ്സും നല്ല രീതിക്ക് തിയേറ്ററിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സിനിമയൊക്കെ ഇപ്പോഴാണ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 3-4 മാസത്തേക്ക് തിയേറ്ററിൽ വേറെ പടങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. കാരണം അതങ്ങനെയാണ്. കാരണം ഇപ്പൊ 15 വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്തിട്ട് പോലും മറ്റ് പല പടങ്ങൾക്കും ആൾക്കാരില്ല. ഇപ്പൊ ഈ ഒരു സിനിമയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. സോ പക്ക ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ചോട്ടാ മുംബൈയുടെ ഈ ഒരു റിലീസ് എക്സ്പീരിയൻസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.